ഹലോ ഗായ്സ്, നമസ്കാരം. അങ്ങനെ ഞാൻ കുറേ നാൾക്ക് ശേഷം ഞാൻ വീണ്ടും വരുന്നത്. ഞാൻ ആക്ച്വലി ഇപ്പം നാട്ടിലില്ല, ഞാനിപ്പോൾ പുറത്താണ്. അങ്ങനെ ഞാൻ ഇച്ചിരി തിരക്കായിപ്പോയി, അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ വീഡിയോസ് ഒന്നും ഇടാത്തത്. അപ്പോൾ ഇന്ന് IPL തുടങ്ങി. IPLൻ്റെ ഫസ്റ്റ് മാച്ച് ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ. ഞാൻ ഇന്ന് തൊട്ട് ഞാൻ എന്നും ഇതിനകത്ത് വീഡിയോസ് ഇടുന്നതായിരിക്കും. ഞാനിപ്പം ഇന്നത്തെ മാച്ച് ആക്ച്വലി RCBയും KKR തമ്മിലായിരുന്നു. നല്ല കുഴപ്പമില്ല, നല്ല മാച്ചായിരുന്നു. നല്ല രീതിയിൽ RCB ഇന്നത്തതോട് ഒരു കാര്യം ഉറപ്പായി, RCB പകരം വിട്ടുള്ള വരക്കുക. അപ്പോൾ RCB നല്ല രീതിയിൽ നിന്ന് കളിച്ചിട്ടുണ്ട്. കാരണം RCBക്ക് ഒരു ചീത്തപ്പേരുണ്ട്. കാരണം എരണം കെട്ട ടീം, എരണമില്ലാത്ത ടീം, കാരണം എത്ര കളിച്ചിട്ടും കപ്പടിക്കുന്നില്ല. അത് നമ്മുടെ പഴയ സൗത്ത് ആഫ്രിക്കയുടെ ആ ഒരു ഇത് അങ്ങനെ ആ ഒരു രീതിയിൽ അങ്ങനെ ആ ഒരു ചീത്തപ്പേര് അത് മാറ്റാനുള്ള കളിയാണെന്ന് ഇന്നത്തെ കളിയുണ്ട് ഉറപ്പായി. നല്ല സൂപ്പർ കളിയായിരുന്നു. കളി നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ട്. അതായത് ഇപ്പം KKRന് തുടക്കം നല്ലതായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി 10 ഓവർ കഴിഞ്ഞപ്പോഴത്തേക്ക് മൊത്തത്തിൽ അടപടല. അതൊക്കെ അവന്മാർ എല്ലാ രീതിയിൽ എറിഞ്ഞ് പള്ളേക്കെട്ട് നല്ല രീതിയിൽ എറിഞ്ഞു പിടിച്ചിട്ടുണ്ട്. മീൻസ് RCBയുടെ ബോളിംഗ് 10 ഓവർ കഴിഞ്ഞ് നല്ല സൂപ്പറായിട്ട് എറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം നല്ല ഏറ്റവും എടുത്ത് പറയേണ്ടത് വെച്ചാൽ RCBയുടെ എറിയിൽ കുർണാൽ പാണ്ഡ്യ അവൻ നല്ല കിണ്ണ എറിയായിരുന്നു. 4 ഓവർ 29 റണ്ണേ കൊടുത്തുള്ളൂ, 3 വിക്കറ്റ്. അത് നല്ല കിണ്ണം കാച്ച് 3 വിക്കറ്റാണ് ഇട്ട് കിടുവായിട്ട് എറിഞ്ഞു. ആക്ച്വലി അങ്ങനെ ഫസ്റ്റ് മാച്ചിൽ ആക്ച്വലി RCB KKRനെ തോപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ RCB ജയിച്ചു ഫസ്റ്റ് മാച്ചിൽ. ഫസ്റ്റ് ബാറ്റിംഗ് KKRനായിരുന്നു. ഓക്കെ, ഞാൻ സ്കോർ ജസ്റ്റ് ഒന്ന് പറയാം, ഓടിച്ചിട്ട് പറയാം. സുനിൽ നരേൻ നല്ല കളിച്ചു. സുനിൽ നരേൻ അടിച്ചു വെച്ചാൽ 26 ബോളിൽ നിന്ന് 44 അടിച്ചു, 3 6ഉം 5 4ഉം. അതായത് സുനിൽ നരേൻ. പിന്നെ അജിത് റഹാനെ നല്ലൊരു സൂപ്പർ കിട്ടുന്ന കാര്യം നല്ല രീതിയിൽ കളിച്ചു. റഹാന 31 ബോളിൽ 56, സുനിൽ നരേൻ 26 ബോളിൽ 44, റഹാന 31 ബോളിൽ 56. റഹാന അടിച്ചു വെച്ചാൽ 4 6 അടിച്ചു, 4 4 അടിച്ചു, 6 4ഉം 4 6ഉം. പിന്നെ ഒരു രഘുവംശി എന്ന് പറഞ്ഞ പുതിയ കളിക്കാരനുണ്ടായിരുന്നു. അവനെ കളിച്ച് കുഴപ്പമില്ലാത്ത രീതിയിൽ 22 ബോളി 30 റൺ അവനും അടിച്ചു. ഒരു സിക്സും കൊണ്ട് 2 4. പിന്നെ RCBക്ക് കൊണ്ട് എറിഞ്ഞു വെച്ചാൽ ഹസൽവുഡ് 2 വിക്കറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ദയാൽ 1 വിക്കറ്റ് ഇട്ടിട്ട്, സലാം എന്ന് പറഞ്ഞ പുതിയ ബോളർ അവനും 1 വിക്കറ്റ് ഇട്ട്. പിന്നെ ഞാൻ കുറച്ചും എടുത്ത് പറഞ്ഞത് തൊട്ട് കുർണാൽ പാണ്ഡ്യ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുർണാൽ പാണ്ഡ്യ എറിയാനും 4 ഓവറിൽ വെറും 29 റൺ കൊടുത്ത് 3 വിക്കറ്റ് അവൻ ഇട്ടു. അങ്ങനെ പിന്നെ ശർമ്മ എന്ന് പറഞ്ഞ പുതിയ ബോളർ ഉണ്ടായിരുന്നു, അവനും 1 വിക്കറ്റ് ഇട്ടു. അങ്ങനെ ആ ഒരു ഇത് അവരുടെ ഒരു ഫസ്റ്റ് ബാറ്റിംഗ് കഴിഞ്ഞ് അങ്ങനെ ആ ഒരു ഇതിൽ കഴിഞ്ഞു. അങ്ങനെ KKR ഫസ്റ്റ് 174-ന് 8 വിക്കറ്റ് പോയി, 20 കംപ്ലീറ്റ് അടിച്ചു. അങ്ങനെ ഫസ്റ്റ് ബാറ്റിംഗ് അവരുടെ കഴിഞ്ഞു. പിന്നെ സെക്കൻഡ് ബാറ്റിംഗ് RCBയുടെ തുടങ്ങി. RCB വന്നപ്പോൾ തന്നെ അറിഞ്ഞ് വിളിക്കാൻ തുടങ്ങി. അതായത് ഇപ്പം വിരാട് കോഹ്ലിയും സാൾട്ടൊക്കെ കിണ്ണം കാച്ചില്ല, അടിച്ച് വാഴപ്പണി കിട്ടുന്ന നല്ല രീതി അടിച്ചു. കോഹ്ലി നല്ല രീതി സൂപ്പർ കളിയായിരുന്നു. സാൾട്ട് നല്ലൊരു സൂപ്പറായിട്ട് കളിച്ചു. കോഹ്ലി 36 ബോളി 59 റൺ അടിച്ചു, സാൾട്ട് 31 ബോളി 56 റൺ അടിച്ചു. പിന്നെ രജത് പാട്ടിദർ പുതിയ അവന്മാരുടെ ക്യാപ്റ്റനാണ്, പുതിയ ക്യാപ്റ്റൻ, അവൻ 16 ബോളി 34 അവനും അടിച്ചു. അങ്ങനെ ആ രീതിയിൽ മീൻസ് പിന്നെ ലാസ്റ്റ് ലിവിങ്സ്റ്റോൺ 5 ബോളി 15 അടിച്ചു. അങ്ങനെ ആ ഒരു ഇതിൽ RCB മൊത്തം അടിച്ചത് 177 റൺ അടിച്ചു. 16.2 ഓവറിൽ അവർ കളി തീർത്തു. പിന്നെ വിക്കറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ചക്രവർത്തിക്ക് 1 വിക്കറ്റ് ഉണ്ട്, ചക്രവർത്തിക്ക് 1 വിക്കറ്റ്, നരേൻ 1 വിക്കറ്റ്. പിന്നെ അറോറയ്ക്ക് 1 വിക്കറ്റ്. അങ്ങനെ ചക്രവർത്തിക്ക് 1 വിക്കറ്റ്, നരേൻ 1 വിക്കറ്റ്, അറോറയ്ക്ക് 1 വിക്കറ്റ്. അങ്ങനെ ഇവരുടെ ഒരു 3 വിക്കറ്റേ പോയുള്ളൂ. RCBയുടെ 3 വിക്കറ്റേ പോയുള്ളൂ. 16.2 ആയപ്പോഴത്തേക്കും 177 അടിച്ചു. അങ്ങനെ RCB ഫസ്റ്റ് കളി അങ്ങനെ RCB ജയിച്ചു. KKR പൊട്ടി. അതുകൊണ്ട് ഏകദേശം ഒരു കാര്യം ഉറപ്പായി, RCB പകരം വിട്ടുള്ള വരവാണ്. അവന്മാർ ആ ഒരു ചീത്തപ്പേരൊക്കെ മാറ്റാനുള്ള ആ ഒരു ഇതാണ്. കാരണം കുറേ കാലം ഇവർക്ക് കപ്പ് ഇല്ലെന്നുള്ള ആ ഒരു ചീത്തപ്പേരുണ്ട്. കാരണം എറണക്കെട്ട ടീം, എറണമില്ലാത്ത ടീം എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ നമ്മുടെ പഴയ സൗത്ത് ആഫ്രിക്ക നമ്മൾ ഇഷ്ടംപോലെ പറഞ്ഞിട്ടുണ്ട്. കാരണം എറണം കെട്ട ടീം എന്നൊക്കെ ഇഷ്ടംപോലെ ഇത് പറഞ്ഞു. ഇപ്പം 92 വേൾഡ് കപ്പ് നോക്കിയാലും പിന്നെ 99 ആ ഒരു ഇത് നോക്കിയാലും അങ്ങനെ സൗത്ത് ആഫ്രിക്കയ്ക്ക് ഒരു പേരുണ്ടായിരുന്നു. അതേപോലെ RCBക്ക് ഇങ്ങനത്തെ ഒരു പേരുണ്ടായിരുന്നു. ആ ഒരു ചീത്തപ്പേര് മാറ്റാൻ വേണ്ടി ഇവന്മാർ നല്ല രീതിയിൽ ശ്രമിക്കുന്നുണ്ട്. ഇന്നത്തെ കൂടെ ഒരു ഉറപ്പായി RCB ഒന്നെങ്കിൽ കപ്പടിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. ഞാൻ മൊത്തത്തിൽ അടിക്കുമെന്ന് ഞാൻ ഇപ്പോഴേ പറയുന്നില്ല, ഒരു കളി കഴിഞ്ഞുള്ളൂ, ഇനി ഇഷ്ടംപോലെ കളിയുണ്ട്. എന്നാലും പോസിബിലിറ്റി ഉണ്ട്, നല്ല പോസിബിലിറ്റി ഉണ്ട്. എനിക്ക് ആക്ച്വലി ഏറ്റവും ഇഷ്ടപ്പെട്ട ടീം വെച്ചാൽ മുംബൈയാണ്. ഞാൻ മുംബൈ ഒരു ഫാനാണ്. പക്ഷേ ആക്ച്വലി മുംബൈ ഇഷ്ടംപോലെ കപ്പടിച്ചു. മുംബൈ അടിച്ചു, CSK അടിച്ചു, ഡെക്കാൻ ചാർജസ്, അതായത് സൺറൈസേഴ്സ് ഹൈദരാബാദ്, അതായത് പഴയ ഡെക്കാൻ ചാർജസ് അവരടിച്ചിട്ടുണ്ട്. മേളത്തെ രാജസ്ഥാൻ, അതേപോലെ എല്ലാം അടിച്ചിട്ടുണ്ട്. ഇപ്പോൾ അടിക്കാത്ത ടീമെന്ന് വെച്ചാൽ ഇപ്പം പഞ്ചാബ് അടിച്ചിട്ടില്ല, ഡൽഹി അടിച്ചിട്ടില്ല, ബാംഗ്ലൂർ അടിച്ചിട്ടില്ല, RCB അടിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ഒരു ചെറിയ സ്വാർത്ഥ ചിന്താഗതി എന്നുള്ള ഒരു ക്രിക്കറ്റ് പ്രേമി ഒരു ചെറിയൊരു ഇതിൽ ഈ കൊല്ലം RCB അടിക്കണം എന്നുള്ളൊരു ചെറിയ ആഗ്രഹമുണ്ട്. അറിയത്തില്ല, നമുക്ക് നോക്കാം, വഴി വെച്ച് കാണാം. എന്തായാലും ഇന്ന് ഫസ്റ്റ് കളി വെച്ച് എന്തായാലും എനിക്ക് കളി ഇഷ്ടപ്പെട്ടു. കളി നല്ല സൂപ്പർ കളിയായിരുന്നു. എനിക്ക് ഏറ്റവും വീണ്ടും ഞാൻ എടുത്തു പറയുന്നത് എനിക്ക് കുർണാൽ പാണ്ഡ്യ എറിയ നല്ല ഇഷ്ടം, നല്ല ചക്ക നല്ല സൂപ്പർ. കാരണം അവന് ഇഷ്ടം അഹങ്കാരിയാണ്, അവൻ അങ്ങനത്തെ ആറ്റിറ്റ്യൂഡ് ഇട്ടും അതായത് അങ്ങനെ ഇഷ്ടം പോലെ ചീത്തപ്പേരൊക്കെ ഉണ്ട് അവനുണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്നത്തെ ആ ഒരു ഇതിൽ കുർണാൽ സൂപ്പറായിട്ട് എറിഞ്ഞിട്ടുണ്ട്. വെറും 29 റണ്ണേ കൊടുത്തുള്ളൂ, 3 കിണ്ണം കാച്ച് 3 വിക്കറ്റ് ഇട്ടിട്ടുണ്ട്.
അപ്പോൾ എന്തായാലും ഇന്നത്തെ കളിയിൽ RCB ജയിച്ചിട്ടുണ്ട്. ഞാൻ പേഴ്സണലി ആഗ്രഹിക്കുന്നു RCB കപ്പടിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ബാക്കി എന്തായാലും മൊത്തത്തിൽ എനിക്ക് ലൈക്ക് ഒരൊറ്റ കളിയെ കളഞ്ഞു, ഇനി ഇഷ്ടംപോലെ കളികളുണ്ട്, നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്നിരുന്നാലും ഞാൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറഞ്ഞത് ഞാൻ മുംബൈ ഫാൻ, എനിക്ക് മുംബൈ ഇഷ്ടമാണ്, ഇഷ്ടമല്ല നല്ല ഇഷ്ടമാണ്. പക്ഷേ എന്നിരുന്നാലും ഒരു ചെറിയ ക്രിക്കറ്റ് പ്രേമി എന്നുള്ള ഒരു ചെറിയ സ്വാർത്ഥ ചിന്താഗതിയിൽ ഒരു ഇതിൽ ഈ കൊല്ലത്തെ കപ്പ് RCB അടിച്ചാൽ കൊള്ളാം. കാരണം അവരുടെ ചീത്തപ്പേര് മാറ്റി, കാരണം അവർ എത്രയോ കൊല്ലം കൊണ്ട് കളിക്കും, ഒരൊറ്റ കപ്പ് ഇതുവരെ അടിച്ചിട്ടില്ല. സോ ആ ഒരു ചീത്തപ്പേര് മാറ്റാൻ വേണ്ടി RCB ഈ കൊല്ലം കപ്പടിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കും. അപ്പം ശരി, അപ്പം ഞാൻ വേറൊരു കാര്യം, ഞാൻ ഇന്നും വീഡിയോ ഇടുന്നതായിരിക്കും, IPL കുറിച്ചുള്ള വീഡിയോ ഞാൻ ഇന്നും ഇടുന്നതായിരിക്കും. പറ്റുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ പഴയ ചാനൽ അടിച്ചു പോയതാണ്, ഇതിൻ്റെ പുതിയ ചാനലാണ്. സോ നിങ്ങളെല്ലാം സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഓക്കെ, മാസലാം, ബൈ ബൈ.